T20 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ആവേശജയം നേടിയ അഫ്ഗാനിസ്ഥാൻ സെമിഫൈനൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെയും സൂപ്പർ 8-ൽ ഓസ്ട്രേലിയയും തോൽപ്പിച്ച അഫ്ഗാൻ അവസാന മത്സരത്തിൽ നാടകീയമായി ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. ആവേശകരമായ ജയപരാജയങ്ങൾ മാറുന്നതിനൊടുവിൽ ബംഗ്ലാദേശിനെ 8 റൺസിന് അഫ്ഗാൻ തോൽപ്പിച്ചിരുന്നു. ഡെത്ത്വർത്ത് ലൂയിസ് നിയമപ്രകാരമായിരുന്നു അഫ്ഗാന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ 5 വിക്കറ്റിന് 115 റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ ബംഗ്ലാദേശ് 17.5 ഓവറിൽ 105 റൺസിലേക്ക് ഒതുങ്ങുകയായിരുന്നു. എന്നാൽ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ മഴ പെയ്യാനൊരുങ്ങവേ മനഃപൂർവ്വം കളി വൈകിപ്പിക്കാൻ അഫ്ഗാൻ താരം ഗുൽബദിൻ നൈബ് പരിക്ക് അഭിനയിച്ചിരുന്നു. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന താരം യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഗ്രൗണ്ടിൽ വീഴുകയായിരുന്നു. താരത്തെ സഹതാരങ്ങൾ ചേർന്ന് ഗ്രൗണ്ടിന് പുറത്തേക്ക് എത്തിച്ചു. മനഃപൂർവ്വം മത്സരം വൈകിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഗുൽബദിൻ നടത്തിയതെന്ന ആരോപണം ശക്തമാണ്. അഫ്ഗാൻ ടീമിനെതിരെയും ഗുൽബദിനെതിരെയും ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഓസ്ട്രേലിയയുടെ സെമി പ്രതീക്ഷകൾക്ക് വിരാമമിട്ടാണ് അഫ്ഗാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത്. ഇതോടെ ഓസീസ് ആരാധകരും അഫ്ഗാന് നേരെ തിരിഞ്ഞു. പ്രതിഷേധം കടുത്തതോടുകൂടി അഫ്ഗാൻ പേസറായ നൈബിനെ വിലക്കണമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങി. അഫ്ഗാൻ പരിശീലകനായ ജൊണതൻ ത്രോട്ട് താരങ്ങളോട് മത്സരം വൈകിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും പിന്നാലെ ഗുൽബദിൻ വീഴുന്നതടക്കമുള്ള വീഡിയോ പുറത്തു വന്നതോടുകൂടി താരം ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഗുൽബദിനെ ഇതിന്റെ പേരിൽ വിലക്കാൻ സാധിക്കുമോ? ഇല്ലെന്നാണ് ICC നിയമം വ്യക്തമാക്കുന്നത്. മത്സരം വൈകിപ്പിക്കുന്നത് ICCയുടെ നിയമപ്രകാരം ലെവൽ 1, 2 വിഭാഗമുള്ള കുറ്റങ്ങളാണ്. ഇത് പ്രകാരം പരമാവധി നൽകാവുന്നത് ഒരു മത്സര ഫലത്തിന്റെ 100% പിഴയാണ്. കൂടാതെ 2 സസ്പെൻഷൻ പോയിന്റുകളും നൽകാം. 1 വർഷം 4 സസ്പെൻഷൻ പോയിന്റ് നൽകാതെ ഒരു താരത്തെ വിലക്കാനാവില്ല. 4 സസ്പെൻഷൻ പോയിന്റ് ലഭിച്ച് വിലക്ക് നേരിട്ടാൽ 1 ടെസ്റ്റ്, 2 ഏകദിനം, 1 T20 എന്നിവ നഷ്ടമാകും. ടീമിന്റെ അറിവോടെയാണ് ഇത്തരമൊരു കരുതിക്കൂട്ടി നീക്കമെങ്കിൽ 50% പിഴയാണ് നൽകാനാവുക. കൂടാതെ സമയം പാഴാക്കിയതിന്റെ പേരിൽ ഫീൽഡ് അമ്പയർക്ക് 5 റൺസ് പെനാൽറ്റി വിധിക്കാം. അല്ലാതെ നേരിട്ട് താരത്തെ വിലക്കാൻ സാധിക്കില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള മത്സരം നൈബിന് കളിക്കാൻ സാധിക്കാതെ പോയാൽ ടീമിനത് വലിയ തിരിച്ചടിയായി മാറുമായിരുന്നു. എന്നാൽ ICCയുടെ നിയമപ്രകാരം താരത്തെ വിലക്കാനാവാത്തതിനാൽ ഇതിൽ ചർച്ചയ്ക്കില്ലാതെ നടപടികളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ദക്ഷിണാഫ്രിക്കയെ വിറപ്പിക്കാൻ അഫ്ഗാൻ നിരയിൽ നൈബം ഉണ്ടാകും. അഫ്ഗാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ടീമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂസിലൻഡിനെയും ഓസ്ട്രേലിയയും തോൽപ്പിച്ച അഫ്ഗാനും ഇതേ നാണയത്തിൽ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തിരിച്ചടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അഫ്ഗാൻ താരങ്ങൾക്ക് ടീം എന്ന നിലയിൽ ഒത്തിണക്കത്തോടെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരേപോലെ ഫോമിൽ. മഴവില്ലനായാൽ അഫ്ഗാന് പണി കിട്ടും. സൂപ്പർ 8-ൽ ഇന്ത്യയോട് തോറ്റിരുന്നു. പക്ഷേ ദക്ഷിണാഫ്രിക്ക 3 മത്സരങ്ങളും വിജയിച്ചു. മത്സരം നടക്കാതെ പോയാൽ ദക്ഷിണാഫ്രിക്ക ഫൈനലിലെത്തും. അതുകൊണ്ട് തന്നെ അഫ്ഗാൻ മഴയെ ഭയക്കണം. ഈ സെമിക്ക് റിസർവ് ഡേ ഉള്ളത് അഫ്ഗാന് ഗുണവും ചെയ്യും.